സുചന്ദ്രനാണ് ഇന്ന് വാർത്താ വിശേഷങ്ങളുമായി നമുക്കിപ്പോൾ ഉള്ളത്. സുചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഏതായാലും ഇന്നിപ്പോൾ കൂടുതലും ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിൻ്റെ വാർത്ത, അതേപോലെ തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുന്നതിൻ്റെ പ്രതീക്ഷകൾ, കണക്കുകൂട്ടലുകൾ, ഇതൊക്കെ തന്നെയാണ് പതിവ് പോലെ. പ്രധാനമായിട്ടും അതുപോലെ ഒന്ന് രണ്ട് ദുഃഖവാർത്തകളും ഇന്ന്. ഉറക്കത്തിനിടെ 8 വയസ്സുകാരനെ പാമ്പുകടിയേറ്റ് മരിച്ച വാർത്തയടക്കം, വിരുദുനഗറിലെ സ്ഫോടന വാർത്തയടക്കം, ഇതൊക്കെയാണ് ഇന്ന് പത്രങ്ങളിലെ പ്രധാന വാർത്തകളായി വന്നിരിക്കുന്നത്. മാതൃഭൂമിയുടെ ഒന്നാമത്തെ പേജ് എടുത്താൽ ചട്ടത്തിൽ തിളച്ചു എന്നാണ് പ്രധാനപ്പെട്ട വാർത്ത. അതായത് കഴിഞ്ഞ ദിവസം ദൂരദർശനിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ രാഷ്ട്രീയ പ്രസംഗം ചട്ടലംഘനമാണെന്ന് വിദഗ്ധർ പറയുന്നു. കപിൽ സിബൽ, കാളീശ്വരം രാജ്, PDT ആചാരി തുടങ്ങിയവരുടെ കൊട്ടേഷനുകളടക്കമാണ് വാർത്ത നൽകിയിരിക്കുന്നത്. കത്തിക്കയറി പ്രതിപക്ഷ പ്രതിഷേധം, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷം. അതായത് ബംഗാളിലും തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നതിനിടെ വനിതാ സംവരണ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൂരദർശനിലൂടെ പ്രതിപക്ഷത്തിന് നേരെ നടത്തിയ രാഷ്ട്രീയ കടന്നാക്രമണം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നാണ് പറയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയ തകർച്ചയാണ് ഇതെന്ന് കപിൽ സിബൽ പറയുന്നു. കോടതികൾക്ക് ഇതിന്മേൽ നടപടിയെടുക്കാമെന്ന് എന്ന് നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണമെന്ന് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ PDT ആചാരി പറയുന്നതടക്കമുള്ള പ്രതികരണങ്ങൾ കൂടി ചേർത്താണ് മാതൃഭൂമി വാർത്ത നൽകിയിരിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥാപിത സംവിധാനങ്ങൾക്ക് എതിരായി തിരഞ്ഞെടുക്കപ്പെട്ട ആ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ മേധാവി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിലയിരുത്താം. ആർക്കെതിരെ നടപടിയെടുക്കും എന്ന ചോദ്യത്തിൽ തട്ടി ഇത്തരം വിമർശനങ്ങളൊക്കെ ആ കടൽപ്പാലത്തിൽ തല്ലിയലച്ച് ചിതറുന്ന തിരമാലകൾ പോലെ ചിതറിത്തീരും എന്നുള്ളത് വേറെ കാര്യമെന്ന് സമകാലിക ഇന്ത്യയിലെ സംഭവങ്ങൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് അറിയുകയും ചെയ്യാം. ഏതായാലും ആ വാർത്ത മാതൃഭൂമി പ്രധാനപ്പെട്ട വാർത്തയാക്കുന്നു. ഒന്നും അറിയില്ല ഇറാൻ, ആവർത്തിക്കരുത് ഇന്ത്യ. ഇന്ത്യൻ കപ്പലുകളെ ആക്രമിച്ച സംഭവം പ്രാധാന്യത്തോടെ ഒന്നാം പേജിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഹോർമൂസ് കടക്കാനെത്തി ഇന്ത്യൻ പതാകയേന്തിയ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് വെടിയുതിർത്ത സംഭവത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ ഇന്ത്യയിലെ പ്രതിനിധിയുടെ വെളിപ്പെടുത്തൽ. ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് ഇന്ത്യ നൽകിയ മുന്നറിയിപ്പും അതോടൊപ്പമുണ്ട്. നിങ്ങളാണ് അനുമതി നൽകുന്നത്, ഇപ്പോൾ വെടിവെക്കുന്നു എന്ന ഇന്ത്യൻ കപ്പലിൽ നിന്നുള്ള ശബ്ദ സന്ദേശത്തിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് ഇതുണ്ട്. ഹോർമൂസ് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ വെടിവെപ്പിനിരയായ ഇന്ത്യൻ കപ്പലുകളിൽ നിന്നുള്ള ശബ്ദ സന്ദേശം പുറത്ത്. ആക്രമിക്കപ്പെട്ട സൽമാൻ ഹെറാൾഡ് എന്ന കപ്പലിലെ ജീവനക്കാരൻ നൽകിയ സന്ദേശമാണിത്. സേപ്പ നേവി ഇത് ആദ്യത്തെ കോഡാണ്. ഇത് മോട്ടോർ ടാങ്കർ സൽമാൻ ഹെറാൾഡാണ്. നിങ്ങളാണ് ഞങ്ങൾക്ക് പോകാൻ അനുമതി നൽകിയത്. നിങ്ങളുടെ ലിസ്റ്റിൽ 2ാമതായി ഞങ്ങളുടെ പേരുണ്ട്. നിങ്ങളിപ്പോൾ വെടിവെക്കുന്നു, തിരികെ പോകാൻ അനുവദിക്കണം എന്ന അതിലെ ശബ്ദ സന്ദേശത്തിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ്. ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ട്രംപ് പറയുന്ന അതിൻ്റെ ഒരു ഉപവാർത്ത അവസാന പേജിൽ 12ാം പേജിൽ വിദേശ പേജിൽ മാതൃഭൂമി കൊടുത്തിരിക്കുന്നു. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിവെച്ച ഇറാൻ വെടിയുതിർത്തത് വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഇറാൻ്റെ നടപടിയെ നിശിതമായി അദ്ദേഹം വിമർശിക്കുന്നു. ഹോർമൂസ് കടലിട് കടഞ്ഞു തന്നെ കിടക്കുമെന്ന് ഇറാൻ പറയുന്ന വാർത്ത അതിൻ്റെ ഉപവാർത്തയായും ഒപ്പം നൽകുന്നു. ഏതായാലും മേഖലയിലെ സാഹചര്യം അതീവ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വാർത്ത 11ാം പേജിൽ. വൈദ്യുതി തൂണുകളിൽ പരസ്യം, ക്രിമിനൽ കേസുമായി KSEB മുന്നോട്ട് പോകാനാണ്. അതായത് വൈദ്യുത തൂണുകളിൽ, പോസ്റ്റുകളിൽ ഇനി പരസ്യമൊട്ടിച്ചാൽ കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് KSEBയുടെ തീരുമാനം. മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു KSEB. വൈദ്യുതി തൂണുകളിൽ പരസ്യമൊട്ടിച്ച് മിനുക്കാമെന്ന് ആരും മോഹിക്കേണ്ട. ഇനി പോസ്റ്റിൽ കൈവച്ചാൽ ക്രിമിനൽ കേസാകും. KSEB ഇതിന് പിന്നാലെയുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചെന്ന വകുപ്പാകും ചുമത്തുക. അതായത് ഈ മഞ്ഞ നിറത്തിലുള്ള ഒരു പോസ്റ്റ് നമ്പറുണ്ട്, അത് മറിച്ച് പലപ്പോഴും പരസ്യങ്ങൾ ഒട്ടിക്കുന്നത് ഒരു അപകട സന്ദർഭമോ മറ്റോ ഉണ്ടായാൽ ഏത് പോസ്റ്റിൽ നിന്ന് തിരിച്ചറിയാനുള്ള കമ്മ്യൂണിക്കേഷൻ ഈ നമ്പർ വഴിയാണ്. അതുവഴി മുടങ്ങുന്നത് അപകട സാഹചര്യം ഉണ്ടാക്കുന്നു. മാത്രമല്ല കേബിളുകളും തോരണങ്ങളും കൊടികളും ഒക്കെ വലിച്ചു കെട്ടിയിരിക്കുന്നത് കാരണം ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റിൽ കയറാനെത്തുമ്പോൾ അപകടം സംഭവിക്കുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഇനി നടപടിക്ക് സാധ്യത എന്ന് പറയുന്നത്. മനോരമ പ്രധാന വാർത്ത ഉറങ്ങുന്നതിനിടെ പാമ്പുകടിയേറ്റ 8 വയസ്സുകാരൻ മരിച്ച വാർത്ത തന്നെയാണ്. 10 വയസ്സുള്ള സഹോദരൻ ഗുരുതരാവസ്ഥയിലാണ്. കടിച്ചത് വെള്ളിക്കെട്ടൻ എന്ന ഇനത്തിൽപ്പെട്ട പാമ്പാണ്. ശീതരക്തരി ജീവികളാണ് പാമ്പുകൾ. ഈ ചൂടുകാലത്ത് പാമ്പ് തണുപ്പ് തേടി ഒരു പക്ഷേ ചുമരിലൂടെ ഇഴഞ്ഞ് അകത്ത് വരാൻ സാധ്യതയുണ്ട്. പൂച്ചയോ പട്ടിയോ ഒക്കെ പാമ്പിൻ കുഞ്ഞുങ്ങളെ എടുത്ത് വീടിനുള്ളിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കൊത്തിപ്പറക്കുന്ന പക്ഷികളിൽ നിന്ന് ടെറസിൽ നിന്ന് വീഴുന്ന ഒരു പക്ഷേ പാമ്പ് വീടിനുള്ളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെയൊക്കെയുള്ള സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഭക്ഷ്യവിഷബാധ
വൈദ്യുതിബാധ എന്ന് തെറ്റിദ്ധരിച്ചാണ് ആദ്യം കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ 8 വയസ്സുകാരൻ്റെ ചുണ്ടിലായിരുന്നു കടിയേറ്റത്. സഹോദരനും അതേ കട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ കാലിൽ കടിയേറ്റിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിലാണ് കുട്ടി. ഏതായാലും ഇങ്ങനെ ഒരു അതീവ ഗുരുതര സാഹചര്യമുണ്ട്. ഒപ്പം ഇത്തരം ഈ കാലാവസ്ഥയിൽ വീടിനുള്ളിലേക്ക് പാമ്പുകൾ കടക്കുന്നത് തടയുന്നത് എങ്ങനെ എന്ന് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രധാന പത്രങ്ങളിലൊക്കെ ഉപവാർത്തകളും നൽകിയിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഏതായാലും ആ ഒരു വാർത്തയുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങളുടെ മരണവാർത്ത കേൾക്കുമ്പോഴാണല്ലോ ഏറ്റവും സങ്കടം നമുക്ക് വരിക. US എവിടെയോ 8 കുട്ടികൾക്ക് ദാരുണാന്ത്യം എന്ന വാർത്തയും ഇതോടൊപ്പം മാതൃഭൂമി മനോരമയും ഒക്കെ നൽകിയിട്ടുണ്ട്. ഏറ്റവും കനം ഏറ്റവും കുഞ്ഞ് ശവപേടകങ്ങൾക്കാണ് എന്ന് പറയാറുമുണ്ടല്ലോ. ഏതായാലും ആ ഒരു ദുഃഖവാർത്ത എല്ലാ പത്രത്തിലുമുണ്ട്. ആദ്യത്തിൽ ഞാനത് തുടക്കത്തിൽ തന്നെ വായിച്ചില്ല എന്നേ ഉള്ളൂ. മനോരമയുടെ 9-ാം പേജിൽ അടുത്ത ബില്ലിൽ ഷോക്ക് എന്ന മുന്നറിയിപ്പാണ്. കേസുമായി പോസ്റ്റർ ഒട്ടിക്കുന്നവർക്കെതിരെ കേസുമായി മുന്നോട്ട് പോകുമെങ്കിൽ വൈദ്യുതി ഉപയോഗം കൂടുന്നതോടെ നിരക്ക് ഉയർന്ന സ്ലാബിലേക്ക് മാറും. മിക്കവാറും അടുത്ത ബില്ലിൽ ആളുകൾക്ക് ഷോക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെ? TOD ബാധകമായാൽ പഴയ രീതിയിലുള്ള ബില്ലിങ്ങിലേക്ക് മടങ്ങാനാകില്ല. എന്താണ് TOD? റെക്കോർഡുകൾ തകർത്ത് ഉയരുന്ന വൈദ്യുതി ഉപഭോഗം അടുത്ത മാസത്തെ ബില്ലിൽ ഷോക്കായേക്കാം. നിലവിൽ 2 മാസത്തിലൊരിക്കൽ വൈദ്യുതി ബിൽ ലഭിക്കുന്നവർക്ക് തുടർച്ചയായി 3 ബില്ലുകളിൽ, അതായത് 6 മാസത്തെ തുടർച്ചയായ ബിൽ 500 യൂണിറ്റിൽ കൂടുതൽ വന്നാൽ, പ്രതിമാസം 250 യൂണിറ്റിൽ കൂടുതലായാൽ അടുത്ത സ്ലാബിലേക്ക് മാറുകയാണ്. അതായത് യൂണിറ്റിന് ഉയർന്ന നിരക്ക് ബാധകമായ സ്ലാബിലേക്ക് വൈദ്യുതി നിരക്ക് മാറുന്ന ടൈം ഓഫ് ഡേ എന്ന TOD നിരക്ക് ബാധകമാകും. അങ്ങനെ മാറിയാൽ പിന്നെ പഴയ നിരക്കിലേക്ക് തിരിച്ചു വരാനുമാകില്ല. അതുകൊണ്ട് അടുത്ത ബില്ല് ഒരു പക്ഷേ വളരെ ഉയർന്ന ബില്ല് വന്നേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു മനോരമ. മനോരമയുടെ തന്നെ 9-ാം പേജിൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുണ്ടല്ലോ. തമിഴ്നാട്ടിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വീരപ്പൻ തുണൈ എന്ന കൗതുക വാർത്തയുണ്ട്. വീരപ്പൻ്റെ ഭാര്യയും മകളും 2 മണ്ഡലങ്ങളിലായി തമിഴ്നാട്ടിൽ മത്സരിക്കുന്നുണ്ട്. സന്തന വീരപ്പാവിൻ മൂത്ത മകൾ വിദ്യാറാണി അവർക്ക് കർഷകർ ചിഹ്നത്തിൽ എന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റോട് കൂടിയാണ് ആ വാർത്ത തുടങ്ങുന്നത്. സേലം ജില്ലയിലെ മേട്ടൂർ മണ്ഡലത്തിലെ സമത്വപുരത്ത് റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൽ നിന്നാണ് ഈ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത്. വാഹനത്തിൽ LTT നേതാവ് വേലിപ്പിള്ള പ്രഭാകരൻ, നാം തമിഴർ അധ്യക്ഷൻ സീമാൻ എന്നിവരുടെ ചെറുചിത്രങ്ങൾ, വീരപ്പൻ്റെയും സ്ഥാനാർത്ഥിയുടെയും വലിയ ചിത്രങ്ങൾ. ചന്ദനക്കൊള്ളക്കാരൻ വീരപ്പൻ്റെ മൂത്ത മകളാണ് നാം തമിഴർ കക്ഷി സ്ഥാനാർത്ഥിയായ 35-കാരി വിദ്യാറാണി. മാത്രമല്ല 100 കിലോമീറ്റർ അപ്പുറത്ത് കൃഷ്ണഗിരിയിൽ വീരപ്പൻ്റെ ഭാര്യ മുത്തുലക്ഷ്മിയും തമിഴക വാഴ് ഉരുമൈ കക്ഷിയുടെ മറ്റൊരു പാർട്ടിയാണ് ബാനറിൽ മത്സര രംഗത്തുണ്ട്. 1 ഇയർ ഹൃദയഭൂമിയിലുള്ള ഈ മത്സരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ 10,000 വോട്ടൊക്കെ പിടിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,00,000 വോട്ടോളം പിടിച്ച ആളാണ് വീരപ്പൻ്റെ മകൾ. അങ്ങനെ ആ ഒരു വാർത്ത, വീരപ്പൻ്റെ മകളും ഭാര്യയും മത്സരിക്കുന്ന വാർത്ത മനോരമയിലുണ്ട്. ദേശാഭിമാനിയിലെ പ്രധാന വാർത്ത 54,282 കോടിക്ക് കണക്കില്ല. മോദി സർക്കാരിനെതിരെ CAGയുടെ ഗുരുതര വെളിപ്പെടുത്തലെന്നാണ് വാർത്ത. 2024-25 സർക്കാർ കാലയളവിലെ സർക്കാർ അക്കൗണ്ടുകളിൽ വ്യാപക ക്രമക്കേട്. ഇത്രയും വലിയ പണം 54,282 കോടി രൂപയുടെ കണക്കിൽ തെറ്റായ വർഗീകരണം നടന്നു, തെറ്റായ ഹെഡ്സിൽ ചേർത്തിരിക്കുന്നു. അതായത് ഇതിൻ്റെ 33,973 സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനുണ്ട് എന്ന വാർത്തയാണ് 1-ാം പേജിൽ നൽകിയിരിക്കുന്നത്. 5-ാമത്തെ പേജിൽ സാങ്കല്പിക കസേര ചർച്ച ഹൈക്കമാൻഡിന് അതിർത്തി. തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പ് കോൺഗ്രസിൽ വേണുഗോപാൽ, സതീശൻ, ചെന്നിത്തല എന്നിവരെ കൂടാതെ തിരുവഞ്ചൂരിൻ്റെ പേരുമായി A ഗ്രൂപ്പും രംഗത്തെത്തിയിരിക്കുന്നു എന്ന് അതിപ്പോൾ കേൾക്കുന്നു. സാങ്കല്പിക കസേരയ്ക്കായുള്ള തർക്കം രൂക്ഷമാണ്. ഇതിൽ ഹൈക്കമാൻഡിന് വലിയ അസംതൃപ്തിയുണ്ട് എന്ന വാർത്ത ദേശാഭിമാനി കൊടുക്കുന്നു. ദേശാഭിമാനിയുടെ 7-ാം പേജിലേക്ക് ചെന്നാൽ ബംഗാളിലെ ഒരു തെരഞ്ഞെടുപ്പ് വാർത്തയാണ്. ശക്തമായ മത്സരവുമായി മയൂഖ് വിശ്വാസ് ഡംഡം എന്ന മണ്ഡലത്തിൽ, പശ്ചിമ ബംഗാളിൽ വിദ്യാർത്ഥി നേതാവും വിദ്യാഭ്യാസ മന്ത്രിയുമാണ് നേർക്കുന്നത്. മണ്ഡലത്തിൽ തകർന്നടിഞ്ഞ വിദ്യാഭ്യാസ മേഖലയുടെ തിരിച്ചുവരവിന് കർമ്മപദ്ധതികൾ മുന്നോട്ട് വെച്ചാണ് ഡംഡം മണ്ഡലത്തിൽ നിന്ന് CPM സ്ഥാനാർത്ഥി മയൂഖ് ബിശ്വാസ് SFIയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ബ്രത്യ ബസുവിനെയാണ് നേരിടുന്നത്. ഏതായാലും ബംഗാളിൽ CPMന് വലിയ തിരിച്ചുവരവിനൊന്നും സാധ്യതയില്ലെന്ന് പാർട്ടിക്ക് തന്നെ അറിയാം. വലിയ ഇലക്ട്രൽ വിജയത്തേക്കാൾ പ്രത്യയശാസ്ത്ര അടിത്തറ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് CPM അവിടെ നടത്തുന്നത് എന്നാണ് വാർത്തകൾ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ SFI, DYFI നേതാക്കളാണ് കൂടുതലും അവിടെ പ്രചാരണത്തിൽ മുൻതൂക്കം നേടുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം യുവ നേതാക്കളെയാണ് അവർ കൂടുതലായും വിന്യസിച്ചിട്ടുള്ളത്. വീക്ഷണത്തിലേക്ക് വന്നാൽ വിദ്വേഷ ശക്തികളെ തൂത്തെറിയും ഖാർഗെ പറയുന്നതാണ്. കരളുറച്ച് കൈകൾ കോർത്തു. തമിഴ്നാട്ടിലെ ഹൊസൂറിൽ കോൺഗ്രസ് DMK സംയുക്ത റാലിയെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെ അഭിസംബോധന ചെയ്യുന്ന ഒരു ചിത്രമുണ്ട്. വിഭജന ശക്തികൾക്കെതിരെ കൈ കോർത്ത് കൈ ടിൻഡിൽ കൊടുത്തിരിക്കുകയാണ്. ഖർഗെയും സ്റ്റാലിനും വിദ്വേഷ ശക്തികളെ തൂത്തെറിയുമെന്ന് ഖർഗെ പറയുന്നു. മറ്റൊരു വാർത്ത, കേസും ചെമ്പായി മാറിയേ എന്നാണ് വീക്ഷണം പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് CPM മുക്കി എന്ന വീക്ഷണം ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കേന്ദ്രത്തിനും താല്പര്യം കുറഞ്ഞു. വിശ്വാസികളുടെ പ്രതീക്ഷ ഇനി അടുത്ത സർക്കാർ
സർക്കാരിലാണെന്ന് വീക്ഷണം പറയുന്നു. അതായത് അടുത്ത സർക്കാർ UDFൻ്റെ തന്നെ എന്ന് വീക്ഷണം എന്നേ ഉറപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ തുടർ വാർത്തകൾ വരുമ്പോഴൊക്കെ ആ ഒരു ടിൻ്റെ വാർത്തകളിൽ ആ ഒരു ഫ്ലേവർ അവർ കൊടുക്കുന്നുമുണ്ട്. കോൺഗ്രസ് സർക്കാർ തന്നെയാണ് വരുന്നത്, അടുത്ത സർക്കാരിലെ ഇനി പ്രതീക്ഷയുള്ളൂ എന്ന് വീക്ഷണം പറയുന്നു. ജന്മഭൂമി എടുത്താൽ സംസ്കൃത സർവകലാശാലയിലെ ശ്രീശങ്കര ജയന്തി ആഘോഷം അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു വിവാദ സർക്കുലർ പുറത്തിറങ്ങിയല്ലോ, ഗവർണർ വരുമ്പോൾ അനങ്ങരുത്, പുറത്തേക്ക് പോകരുത് എന്നൊക്കെ. അത് ഇടതനുകൂല ജീവനക്കാർ ഇറക്കിയ സർക്കുലറാണ്. അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത് SFI ആണ്. ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്നാണ് ജന്മഭൂമി ആരോപിക്കുന്നത്. മാത്രമല്ല ശോഭ കെടുത്താൻ ഈ ശ്രീശങ്കര ആഘോഷത്തിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടി അന്നേ ദിവസം ഫിനാൻസ് ഓഫീസർ അടക്കമുള്ളവർ വിനോദയാത്രയിലാണ് എന്ന് പറയുന്നു. ശരിക്കും ഇത് ജീവനക്കാരുടെ സഹപ്രവർത്തകരുടെ കുട്ടികളുടെ വിവാഹം, 2 വിവാഹമുണ്ട്. ആ വിവാഹത്തിന് എന്നുള്ള പേരിൽ വിനോദയാത്രയ്ക്ക് പോവുകയാണെന്നാണ് ജന്മഭൂമി ആരോപിക്കുന്നത്. സർക്കുലർ വിവാദത്തിൻ്റെ പിന്നിൽ CPM അനുകൂല ജീവനക്കാരെന്നും ജന്മഭൂമി ആരോപിക്കുന്നു. മംഗളമെടുത്താൽ വെളിച്ചം ദുഃഖമാകുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിന് സാധ്യതയുണ്ട് എന്ന് പറയുന്നു. പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനമടക്കം ഉള്ള വാർത്തകൾ മംഗളത്തിലുണ്ട്. ഖമനേയുടെ സംസ്കാരം അകലെയാണ് എന്ന് 2 മാസം കഴിഞ്ഞു അയത്തുള്ള ഖമനെ കൊല്ലപ്പെട്ടിട്ട്. ഇപ്പോഴും സംസ്കാരം അകലെയാണ്. വലിയൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതിലെ റിസ്ക് ഇപ്പോഴത്തെ ഇറാനിലെ സാഹചര്യം. അതുകൊണ്ട് 2 മാസം നീണ്ടിട്ടും പരമോന്നത നേതാവിൻ്റെ ശവസംസ്കാരം നടന്നിട്ടില്ല എന്ന വാർത്തയാണ് അതിലുള്ളത്. ചന്ദ്രിക എടുത്താൽ മോദിയുടേത് മുതലക്കണ്ണീർ എന്ന മറ്റു വാർത്തകളൊക്കെ ഉണ്ട്. മോദിയുടേത് മുതലക്കണ്ണീർ. വനിതാ സംവരണം സംബന്ധിച്ച കഴിഞ്ഞ ദിവസം മോദി കരഞ്ഞ വാർത്തയെക്കുറിച്ചാണ് പറയുന്നത്. ചന്ദ്രിക ചോദിക്കുന്നു, ഓർമ്മയുണ്ടോ മണിപ്പൂരും ഗുജറാത്തും ഉന്നാവും ഹത്രാസും എന്ന് തുടങ്ങി ചന്ദ്രികയുടെ ആ വാർത്ത. ചന്ദ്രികയുടെ അവസാന പേജിൽ LDF തിരിച്ചറിയുന്നതും പിണറായി തിരിച്ചറിയാത്തതും ഇടത് ഭരണം മാറും, UDF ഭരണം വരുമെന്ന ഒറ്റ കാര്യമേ ഉള്ളൂ എന്ന് ഉള്ളിൽ പറയുന്നു. മാറ്റത്തിന് ഇതിനി 14 നാളെന്നാണ് ചന്ദ്രിക കൊടുത്തിരിക്കുന്നത്. അതായത് UDF സർക്കാർ വരുമെന്ന കാര്യം ചന്ദ്രികയും ഉറപ്പിക്കുന്നു. സമാധാനം തുലാസിലെന്ന യൂത്ത് സംഘം ഇസ്ലാമാബാദിലേക്ക് ഇറാൻ-ഇസ്രായേൽ സംഘർഷ വാർത്തയാണ് സിറാജിൻ്റെ പ്രധാന വാർത്ത. സുപ്രഭാതത്തിലും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് മുന്നറിയിപ്പുണ്ട്. മാധ്യമത്തിൽ ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ, പടക്കശാല സ്ഫോടനം തുടങ്ങിയ പ്രധാന വാർത്തകൾക്കൊപ്പം ആ കസ്തൂരി മാമ്പഴം ഓർമ്മയായിട്ട് 4.5 പതിറ്റാണ്ട്. മെഹബൂബിൻ്റെ 100ാം ജന്മദിനാഘോഷമാണ്, ജന്മവാർഷികമാണിന്ന്. അത് സംബന്ധിച്ച് മെഹബൂബ് ഓർക്കസ്ട്ര കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, ഗാനാഞ്ജലി തുടങ്ങിയവയെക്കുറിച്ചുള്ള വാർത്ത. മറ്റു പത്രങ്ങളിൽ ആ വാർത്ത കണ്ടില്ല. ആ കസ്തൂരി മാമ്പഴം ഓർമ്മയായിട്ട് 4.5 പതിറ്റാണ്ട് കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം എന്ന ഗാനം അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയും ചെയ്യുന്നു. സേതു. ഓക്കെ, ശരി ശിവചന്ദ്രൻ.